ഗായ്സ്, അപ്പം നിങ്ങളെയൊക്കെ എന്താ മുല്ലയൊക്കെ കാണിക്കണേ? സംഭവം വേറെ ഒന്നുമല്ല, നമ്മളെ മുറ്റത്ത് കുറേ മുല്ല വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. ഇവിടെ ഇത്രയും മുല്ല ഉണ്ടായിട്ടും വലിയ വിലയൊന്നും തോന്നുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ വെറുതെ വീടെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മുല്ല പറിച്ചിട്ട് ഞാൻ അത് കോർത്തിട്ട് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗായ്സ്. ശരിക്കും ഈ മുല്ലപ്പൂ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, ആദ്യമൊക്കെ മദ്രസയിൽ പോകുന്ന സമയത്തൊക്കെ എന്താ പറയുക, രാവിലെ തന്നെ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്കൊക്കെ മുല്ലയുള്ള വീട്ടിൽ പോയിട്ട് അവിടെ കുറേ മുല്ല തൊഴിഞ്ഞെടുക്കുന്നുണ്ട്. ആ മുല്ലയൊക്കെ പെറുക്കി കൂട്ടിയിട്ട് ചില സമയത്ത് മഴയായിരിക്കും, അപ്പം നനഞ്ഞ് മണ്ണിലൊക്കെ ഉള്ള മുല്ലയൊക്കെ ആയിരിക്കും. അങ്ങനെ അതൊക്കെ പെറുക്കി കൂട്ടി പുരയിൽ വന്നിട്ട് അതിങ്ങനെ ഇതേപോലെ കോർത്തിട്ട് തലയിൽ വെച്ചിട്ട് കുളിച്ച് തലയിൽ വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം മദ്രസയിൽ പോയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഒരു വീട്ടിൽ കുറേ ചക്കമുല്ലുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് പെറുക്കിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ പെറുക്കാൻ പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഒരു കഷ്ണം വള്ളി കൂടി വാങ്ങി. ആ വള്ളിയുമേൽ ഉണ്ടായിട്ടുള്ള മുല്ലയാണ് നമ്മളിപ്പോൾ തലയിൽ കോർത്ത് വെച്ചത്. അപ്പോൾ ഇതേപോലത്തെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം വന്ന് കമൻറ്റ് ചെയ്തോളി.